എല്ലാവർക്കും നമസ്കാരം. ഇത് സംസ്ഥാന മിഷൻ്റെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായിരുന്നു. ഈ അറിയിപ്പ് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഷെയർ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങൾ യഥാസമയം അതിവേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനാണ് പോഷകഭാഷ എന്ന വാട്സപ്പ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. കൃത്യമായി നാളിതുവരെ ഫോളോ ചെയ്യാത്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അറിയിപ്പുകളും സന്ദേശങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ച് വർക്ക് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ സന്ദേശത്തെക്കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ സെഷനിലൂടെ ഇന്ന് നമ്മൾ വിവരിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. നമുക്കറിയാം, പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനകത്ത് മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയം മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗം ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്നിൽ കൂടുതൽ ഗുണഭോക്താക്കളുടെ പട്ടിക ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ മാറ്റി നിർത്തുന്ന ഗുണഭോക്താക്കളെ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തുന്നത് എന്നും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ തിരിച്ചെടുക്കുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായി നമ്മൾ പോഷകഭാഷ ചാനലിലൂടെ വിവരിച്ചിട്ടുണ്ട്. അതായത് അകാരണത്താൽ ഒരിക്കലും ഒരു ഗുണഭോക്താവിനെ മാറ്റി നിർത്താനുള്ള ഒരു ഓപ്ഷനല്ല ഇത്തരത്തിൽ മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ എന്നുള്ളത്. വിശദമായി തന്നെ നമ്മൾ ഈ പോഷകഭാഷ ചാനലിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ട്. നാളിതുവരെ അത് മനസ്സിലാക്കാത്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കാണണം. അത് പോഷകഭാഷ ചാനൽ ഒന്ന് സന്ദർശിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് വീഡിയോ സെർച്ച് ചെയ്ത് അത് കൃത്യമായി പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നലെ നമുക്ക് കിട്ടിയ അറിയിപ്പ് പ്രകാരം, അതായത് പുതിയ രജിസ്ട്രേഷനുകൾ നടത്തുന്ന സമയം പല ടീച്ചേഴ്സിനും ഇന്ന് ആധാർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന കാരണം കൊണ്ട് രജിസ്ട്രേഷൻ തടസ്സപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ഇന്നലെ കിട്ടിയ അറിയിപ്പ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു സന്ദേശം വരാൻ സാധ്യത കൂടുതലാണ്. കാരണം പല ടീച്ചേഴ്സിനും മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈലിൽ ഒരുപാട് ഗുണഭോക്താക്കളെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഗുണഭോക്താവിനെ ടീച്ചറുടെ പോഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്ത് അവരെ വേറെ ഏത് സ്ഥലത്തിലേക്കും പോകാൻ അനുവദിക്കാതെ ഇത്തരത്തിൽ പെൻഡിങ് നിർത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള ഗുണഭോക്താക്കളെ വേറെ സെൻറ്ററുകളിലേക്ക് പോയി രജിസ്റ്റർ ചെയ്യുന്ന സമയം ആധാർ ഓൾറെഡി എക്സിസ്റ്റ് എന്നുള്ള സന്ദേശമായിരിക്കും അവർക്ക് വരിക. ആയതുകൊണ്ട് തന്നെ അവർക്ക് ഏത് അംഗനവാടിയിൽ നിന്നും ഒരു സേവനവും ലഭിക്കാത്ത സാഹചര്യമാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ വന്നു പോയി കഴിഞ്ഞാൽ ആകെ ഒരു ഗുണഭോക്താവായിട്ടുള്ള ഒരു കുട്ടിക്ക് 6 വയസ്സ് വരെയുള്ള സേവനങ്ങളാണ് അംഗനവാടിയിൽ നിന്ന് കിട്ടുക. ഈ 6 വർഷക്കാലവും മൈഗ്രേറ്റഡ് ഔട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ആ കുട്ടിക്ക് ഒന്നും തന്നെ കിട്ടില്ല എന്നുള്ളത് കൃത്യമായി അറിയുക. അതുപോലെ തന്നെ പ്രഗ്നൻറ്റും ലാക്ടേറ്റിങ്ങും മറ്റ് ഗുണഭോക്താക്കളുടെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഈ മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ എന്താണ് ഈ മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ എന്ന് ചുരുക്കത്തിൽ പറയുക? അതായത് താൽക്കാലികമായി 1 മാസത്തിൽ താഴെ മാത്രം നമ്മളെ ടീച്ചറോട് നമ്മളെ ഗുണഭോക്താവ് പറയുകയാണ്, എനിക്ക് ഈ മാസത്തിൽ ഈ പറയുന്ന സേവനങ്ങളൊന്നും വേണ്ട, അതായത് പൊടി ഉൾപ്പെടുന്ന സേവനം വേണ്ട, അല്ലെങ്കിൽ ഈ പ്രീ സ്കൂൾ കുട്ടി ഈ ഒരു മാസത്തിൽ വരാൻ കഴിയില്ല എന്നുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം അവർ പറയുന്ന സമയം പ്രത്യേകം മനസ്സിലാക്കുക. 1 മാസത്തിൽ താഴെ മാത്രം വേണ്ട എന്ന് പറഞ്ഞ് അങ്കണവാടിയിൽ നിന്നും താൽക്കാലികമായി മാറി നിൽക്കുകയും മറ്റുള്ള സെൻറ്ററുകളിൽ പോയി രജിസ്ട്രേഷൻ നടത്താത്തതുമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഗുണഭോക്താവിനെ നമ്മളെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്ന് മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ മാറ്റി നിർത്തുന്നത്. കൃത്യമായി അറിഞ്ഞിരിക്കുക. അല്ലാത്ത സാഹചര്യങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഗുണഭോക്താവിനെ മൈഗ്രേറ്റഡ് ഔട്ട് കൊടുത്ത് മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. അതിനുശേഷം ഈ 1 മാസത്തിനുള്ളിൽ അവർ തിരിച്ചു വരുന്നുണ്ട്. ആ വരുന്ന സമയം ടീച്ചർ എന്ത് ചെയ്യണം? മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ പോയി കഴിഞ്ഞാൽ അവരുടെ പേര് കാണും. അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുന്ന സമയം മൈഗ്രേറ്റഡ് ഇൻ എന്ന് കാണും. ആ മൈഗ്രേറ്റ് ഇന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ തന്നെ കടന്നു വരും. അവിടെ മൊബൈൽ OTP ആധാർ വെരിഫിക്കേഷനോ ഒന്നും തന്നെ രണ്ടാമത് വേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളത് കൂടെ അറിയുക. അപ്പോൾ ഇത്തരത്തിൽ ഗുണഭോക്താവിനെ പറഞ്ഞയക്കാനും സ്വീകരിക്കാനും പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പക്ഷേ അതിൻ്റെ സാഹചര്യം കൂടി നമ്മൾ തിരിച്ചറിയണം. താൽക്കാലികമായി 1 മാസത്തിന് താഴെ മാത്രം പറയുന്ന സാഹചര്യത്തിൽ ഈ സാഹചര്യങ്ങളിലൊന്നും അവരുടെ കൺസെൻറ്റ് ഫോമൊന്നും ആവശ്യമായിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയുക. എന്നാൽ ഇവിടെ വരുന്ന പ്രശ്നം എന്താണ്? ഇത്തരത്തിൽ നമ്മളെ ടീച്ചേഴ്സ് ഒരു ഗുണഭോക്താവിനെ നമ്മളെ പോഷൻ ട്രാക്കറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഗുണഭോക്താവ് പറയുകയാണ്, ഞാൻ ഇനി മുതൽ ഈ സെൻറ്ററിൽ നിന്നും സേവനങ്ങൾ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് സേവനം ഈ സെൻറ്ററിൽ നിന്നും വേണ്ട, മറിച്ച് മറ്റ് സെൻറ്ററുകളിലേക്ക് ഞാൻ മാറിപ്പോവുകയാണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ പല ടീച്ചേഴ്സും AWC മൈഗ്രേഷൻ എന്ന ഓപ്ഷൻ ഒരിക്കലും തന്നെ പ്രാവർത്തികമാക്കുന്നില്ല. പകരം എളുപ്പത്തിന് മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത് വെക്കുന്ന സാഹചര്യമാണ് ഇത്തരത്തിൽ ഒരുപാട് ലിസ്റ്റുകൾ കുന്നുകൂടുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ
പറയുന്നത്. കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇത്തരത്തിൽ ഗുണഭോക്താവ് വേറെ സെൻറ്ററിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്ന സമയം ഒരിക്കലും തന്നെ അവരെ പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല. അവർ ഏത് സെൻറ്ററിലോട്ടാണ് പോകുന്നത് ആ സെൻറ്ററിലെ ടീച്ചർ AWC മൈഗ്രേഷൻ ഉപയോഗപ്പെടുത്തുന്ന സമയം ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും ആധാർ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരങ്ങോട്ട് സ്വീകരിക്കപ്പെടും എന്നുള്ളത് തിരിച്ചറിയുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ ഫോണിൽ നിന്നും ഈ ഗുണഭോക്താവ് മാറും. ഇതിന് ചിലപ്പോൾ 24 മണിക്കൂർ വരെ സമയമെടുത്തേക്കാം എന്നുള്ളതാണ് കൃത്യമായി അറിഞ്ഞിരിക്കുക. അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മളെ സെൻറ്ററിൽ നിന്ന് മാറിപ്പോകണം എന്ന് പറയുന്ന ഗുണഭോക്താവിൻ്റെ ഇഷ്ടാനുസരണം മാറിപ്പോകുന്ന സാഹചര്യത്തിലാണ് ആ സ്വീകരിക്കുന്ന ടീച്ചർ AWC മൈഗ്രേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തേണ്ടത്. നമ്മളെ ടീച്ചർ നിലവിലെ ടീച്ചറെ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. അവരെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിർബന്ധമായിട്ട് നിർത്തണം എന്നുള്ളതാണ് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവരെ മൈഗ്രേറ്റഡ് ഔട്ട് നിർത്തി മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈലിലാണ് ഇവരെ നിർത്തിയതെങ്കിൽ ഒരിക്കലും തന്നെ മറ്റ് ടീച്ചർക്ക് ഇവരെ അങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. ആ സമയത്താണ് ആധാർ ഓൾറെഡി എക്സിറ്റ് എന്നുള്ള സന്ദേശം വരിക. അത്തരത്തിലുള്ള എറർ സന്ദേശം വന്നാൽ ഇവരെ അങ്ങോട്ട് സ്വീകരിക്കാനും കഴിയാത്ത സാഹചര്യമാവും. അപ്പോൾ ഈ കാര്യങ്ങളാണ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇനി മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ എന്ന് കാണുന്ന ഈ ഭാഗത്ത് നിന്ന് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മളുടേതല്ലാത്ത ഈ ഗുണഭോക്താക്കളെയൊക്കെ എങ്ങനെയാണ് നീക്കം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിർബന്ധമായിട്ടും ഇവരെ നീക്കം ചെയ്യണം. അല്ലാത്തിടത്തോളം കാലം ഇവരെല്ലാം നമ്മൾക്കൊരു ബാധ്യതയായി മാറും. കാരണം ഇവരെ നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം സേവനം നമ്മൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ബാധ്യത എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വത്തോടുകൂടി ഇവർക്ക് ഇവരുടെ ടെന്യൂർ കഴിയുന്നത് വരെയും സേവനങ്ങൾ നമ്മൾ ഉറപ്പാക്കണം എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ അവരൊന്നും നമ്മളുടേതായിട്ടുള്ള ഗുണഭോക്താവല്ല എന്ന് ടീച്ചർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൈഗ്രേറ്റഡ് ഔട്ട് കിടക്കുന്നത്. പക്ഷെ അങ്ങനെ മൈഗ്രേറ്റ് ഔട്ടിൽ നിർത്താൻ കഴിയില്ല. അവരെ നമ്മൾക്ക് പൂർണ്ണമായിട്ടും ഈ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെടണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്നുള്ളത് ആദ്യം തിരിച്ചറിയുക. അതായത് ഈ ഗുണഭോക്താക്കളുടെ നിലവിലെ സ്ഥിതി എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. അതായത് ഒരു ഗുണഭോക്താവിനെ മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈലിൽ നിന്നും നീക്കം ചെയ്യണമെങ്കിൽ ഇവരുടെ യഥാർത്ഥമായിട്ടുള്ള സാഹചര്യം എന്താണ്, നിലവിലെ സ്ഥിതി എന്താണെന്ന് തിരിച്ചറിയുക. അതായത് നിലവിൽ ഈ പറയുന്ന ലിസ്റ്റിലുള്ള ഈ ഗുണഭോക്താവ് വേറെ ഏതെങ്കിലും സെൻറ്ററുകളിൽ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം തിരക്കണം. രണ്ടാമത് ഇവരുടെ കാലാവധി കഴിഞ്ഞ് പോയ ആളുകളാണോ എന്നുള്ളത് തിരിച്ചറിയുക. അതായത് ഗുണഭോക്താവല്ലാത്ത സാഹചര്യമാണോ എന്നുള്ളത് തിരിച്ചറിയുക. അതേപോലെ തന്നെ മറ്റ് ഗൾഫുകളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോയ ആളുകളാണോ എന്നുള്ളത് കൂടി നിങ്ങൾ ഉറപ്പാക്കണം. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയ ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും അവരെ പോഷൻ ട്രാക്കറിൽ AWC മൈഗ്രേഷൻ ഉപയോഗപ്പെടുത്തി തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ടീച്ചേഴ്സിനെ അവരെ സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഗൾഫിലേക്ക് പോയതും മറ്റ് രാജ്യങ്ങളിലേക്ക് പോയ ഒരു കാരണം, അല്ലെങ്കിൽ മറ്റ് സെൻറ്ററിൽ പോയി വേറെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം, അത് കൃത്യമായി അറിഞ്ഞിരിക്കുക. നമുക്കറിയാം ഒരു ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി 4 ഗുണഭോക്താക്കളെ വരെ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം പോഷൻ ട്രാക്കറിനകത്തുണ്ട്. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. അതായത് ഒരു കുട്ടിയുടെ കേസിൽ ആദ്യം കുട്ടിയുടെ അമ്മയുടെ ആധാർ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മളെ സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക എന്ന് കരുതുക. അതിനുശേഷം ഈ കുട്ടിയുമായിട്ട് ഒരു ബന്ധമില്ല, ഈ കുട്ടിയെ നമ്മൾ അറിയുന്നില്ല, കുട്ടി അംഗനവാടിയിലേക്ക് വരുന്നില്ല എന്നുള്ള സാഹചര്യം മാസക്കണക്കിന് ടീച്ചർ ഇവരെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത് വെച്ചു. പക്ഷേ ഈ കുട്ടി വേറെ സെൻറ്ററിൽ നിന്നും സേവനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, പ്രീ സ്കൂൾ കുട്ടിയായി പോകുന്നുണ്ട് എന്നുള്ളത് ടീച്ചർ തിരിച്ചറിയുന്നു. ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താ, ആ കുട്ടിക്ക് ആധാർ എടുത്തിട്ട് ആ കുട്ടിയുടെ ആധാറിന്മേലാണ് ആ സെൻറ്ററിൽ പുതിയ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ ഡബിൾ എൻട്രി ആയി വരുന്ന സാഹചര്യം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം ടീച്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവരെ നീക്കം ചെയ്യേണ്ട പട്ടികയിലേക്ക് മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഗൾഫിൽ പോയ ആളുകളെ നീക്കം ചെയ്യേണ്ട പട്ടികയിലേക്ക് മാറ്റുക. അതേപോലെ തന്നെ വേറെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി വേറെ സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്ത ആളുകളെ നിങ്ങൾ നീക്കം ചെയ്യേണ്ട പട്ടികയിലേക്ക് മാറ്റുക. ഇത്തരത്തിൽ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഗുണഭോക്താക്കളെ മൈഗ്രേറ്റഡ് ഔട്ട് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ഇവരെ നീക്കം ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ നീക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മാത്രം, അതായത് ഗൾഫിൽ പോയ ആളുകളും നിലവിലില്ലാത്ത ആളുകളും അതേപോലെ തന്നെ ഇത്തരത്തിൽ വേറെ സെൻറ്ററിലേക്ക് മറ്റ് ആധാർ ഉപയോഗപ്പെടുത്തി രജിസ്റ്റർ ചെയ്തവരെയാണ് നമ്മൾ നീക്കം ചെയ്യേണ്ടത്. നീക്കം ചെയ്യുന്നതിന് ബ്ലോക്ക് ലെവലിൽ നിന്ന് മാത്രമേ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ബ്ലോക്ക് സ്റ്റാഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളാണ്, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ മൈഗ്രേറ്റഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, സാഹചര്യം വിശദീകരിച്ച് ഓരോ കുട്ടിയുടെയും അല്ലെങ്കിൽ ഓരോ ഗുണഭോക്താവിൻ്റെയും വിവരങ്ങളും സാഹചര്യങ്ങളും കൃത്യമായി എത്തിച്ചു കൊടുത്ത് അവരെ നീക്കം ചെയ്യാനുള്ള റിക്വസ്റ്റുകൾ നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിങ്ങൾ അയക്കുന്ന റിക്വസ്റ്റുകൾ പരിഗണിച്ചുകൊണ്ട് യഥാർത്ഥമായ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവ പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണ്. കൃത്യമായി മനസ്സിലാക്കുക. അകാരണത്താൽ ഒരിക്കലും തന്നെ ഒരു ഗുണഭോക്താവിനെയും പുറത്താക്കാനുള്ള ഒരു ഓപ്ഷനല്ല മൈഗ്രേറ്റഡ് ഔട്ട് എന്നുള്ളത് കൂടി നിങ്ങൾ
തിരിച്ചറിയണം. കൃത്യമായി മനസ്സിലാക്കി അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഇത്തരത്തിൽ പെൻഡിങ് നിൽക്കുന്ന ഗുണഭോക്താക്കളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. വേറെ സെൻറ്ററിലേക്ക് പോകണമെന്ന് പറയുന്ന ഗുണഭോക്താക്കളെ ഒന്നും പിടിച്ചു നിർത്താതെ അവരെ മറ്റു സെൻറ്ററിലേക്ക് അയക്കുന്നതിന് നിങ്ങളുടെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ തന്നെ ഇവരെ എല്ലാം കൊണ്ടുവരണം. അതായത് ഇത്തരത്തിൽ നീക്കം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ സെൻറ്ററിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുന്ന ഗുണഭോക്താവിനെയോ മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈലിലേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ തന്നെ നിങ്ങൾ ബെനിഫിഷ്യറി ലിസ്റ്റിലേക്ക് മൈഗ്രേറ്റ് ഇൻ ചെയ്തെടുക്കണം. അതിനുശേഷം 24 മണിക്കൂർ നിങ്ങളുടെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഇത് സെർവറിലേക്കും ഡാഷ്ബോർഡിലേക്കും കടന്നു ചെല്ലുകയുള്ളൂ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് മറ്റ് സെൻറ്ററിലെ ടീച്ചർക്ക് ഇവരെ AWC മൈഗ്രേഷൻ വഴി സ്വീകരിക്കാനും നീക്കം ചെയ്യേണ്ട ആളുകളെ ബ്ലോക്ക് സ്റ്റാഫിന് നീക്കം ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൂടി അറിയുക. അപ്പോൾ ഇത്തരത്തിൽ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം ഓക്കെ എന്ന് പറയുന്ന സമയം നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ബെനിഫിഷ്യറി ലിസ്റ്റിലേക്ക് 24 മണിക്കൂർ നിലനിർത്താൻ സാധിക്കും. അതിനുശേഷം ഡിലീറ്റ് ആയതിനു ശേഷം കൃത്യമായി നമ്മൾ പോർഷൻ ട്രാക്കറിൽ നിന്ന് ഒഴിവാക്കപ്പെടും, അല്ലെങ്കിൽ വേറെ സെൻറ്ററിലേക്ക് പോകാനുള്ള സാഹചര്യം വരും. ഇങ്ങനെയൊന്നും ചെയ്യാതെ മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈലിലേക്ക് വരുന്ന ആളുകളെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓർക്കുക, നമ്മൾ കാരണം ഇവർക്കെല്ലാം തന്നെ അവർക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ മുടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അത് മാറ്റി കൃത്യമായ അറിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനം പോർഷൻ ട്രാക്കറിലേക്ക് നല്ല രീതിയിൽ ചെയ്ത് പൂർത്തിയാക്കുക. താങ്ക്